സൈബർ ഇടങ്ങളിൽ മറ്റുള്ളവരെ അധിക്ഷേപിക്കുന്നവരുടെ യഥാർത്ഥ മാനസികാവസ്ഥയെക്കുറിച്ചുള്ള പ്രധാന വിവരങ്ങളുടെ ഒരു ലഘുവിവരണമാണിത്. ഫേസ്ബുക്ക് പോലെയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നിരന്തരം മറ്റുള്ളവരെ അധിക്ഷേപിക്കുന്നവർ യഥാർത്ഥത്തിൽ സ്വന്തം ജീവിതത്തിലെ നിരാശയും കടുത്ത ഏകാന്തതയും മറച്ചുവെക്കാൻ പാടുപെടുന്ന ദുരിതപൂർണരായ വ്യക്തികളാണെന്ന് പഠനങ്ങൾ വ്യക്തമാക്കുന്നു. ഇതിലൊന്നാമതായി നാം മനസ്സിലാക്കേണ്ടത് ഇവരുടെ അധികാരമില്ലായ്മയും ആത്മവിശ്വാസക്കുറവുമാണ്. ഒഴിഞ്ഞ പാത്രമാണ് കൂടുതൽ ശബ്ദമുണ്ടാക്കുക എന്ന് നമ്മൾ പറയാറില്ലേ? കൃത്യമായി അതുതന്നെയാണ് ഇവരുടെ ഈ ഓൺലൈൻ പ്രകടനങ്ങളും. യഥാർത്ഥ ജീവിതത്തിൽ യാതൊരു സ്വാധീനവുമില്ലാത്ത വലിയ അരക്ഷിതാവസ്ഥ അനുഭവിക്കുന്നവരാണ് പലപ്പോഴും ഇത്തരം ആക്രമണങ്ങൾക്ക് മുതിരുന്നത്. സ്വന്തം കഴിവുകേടുകൾ മറച്ചുവെക്കാനും തങ്ങൾക്കും എന്തൊക്കെയോ അധികാരമുണ്ടെന്ന് സ്വയം വിശ്വസിപ്പിക്കാനുമാണ് ഇവർ വെർച്വൽ ലോകത്തിങ്ങനെ പെരുമാറുന്നത്. രണ്ടാമതായി, ഇത്രയും അരക്ഷിതരായ ഇവർക്ക് ഇതിനുള്ള ധൈര്യം എവിടെ നിന്ന് കിട്ടുന്നു എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇവിടെയാണ് ഇന്റർനെറ്റ് നൽകുന്ന ആ ഒരു മുഖം മൂടിയുടെ ധൈര്യം കടന്നുവരുന്നത്. ഇരുട്ടിൽ സുരക്ഷിതമായി ഒഴിച്ചിരുന്ന് മറ്റുള്ളവർക്ക് നേരെ കല്ലെറിയുന്നതുപോലെ ഇവരുടെ ഉള്ളിലെ അപകർഷതാബോധത്തെ മറ്റുള്ളവരോടുള്ള ദേഷ്യമായി പുറത്തു കാണിക്കാൻ സഹായിക്കുന്നത്. അവസാനമായി, ഇവരുടെ ശ്രദ്ധ പിടിച്ചുപറ്റാനുള്ള ത്വരയും മാനസിക ശൂന്യതയുമാണ് നാം തിരിച്ചറിയേണ്ടത്. സ്വന്തം ജീവിതത്തിൽ ആരും ശ്രദ്ധിക്കാനില്ലാത്തതുകൊണ്ട് മറ്റുള്ളവരെ വേദനിപ്പിക്കുമ്പോൾ കിട്ടുന്ന പ്രതികരണങ്ങളിലൂടെയും ലൈക്കുകളിലൂടെയും ആ ശൂന്യത നികത്താനാണ് ഇവർ ശ്രമിക്കുന്നത്. മറ്റുള്ളവരെ ദ്രോഹിക്കുന്നതിൽ ആനന്ദം കണ്ടെത്തുന്ന കൊടിയ സഹാനുഭൂതിയില്ലായ്മയാണ് ഇത് കാണിക്കുന്നത്. സത്യത്തിൽ മറ്റുള്ളവരെ തളർത്തി സ്വന്തം സാന്നിധ്യമറിയിക്കാൻ ശ്രമിക്കുന്നത് ഇവരുടെ കടുത്ത മാനസിക ദാരിദ്ര്യമല്ലേ വെളിപ്പെടുത്തുന്നത്? ചുരുക്കത്തിൽ, വെർച്വൽ ലോകത്തെ ഇവരുടെ ഈ അധിക്ഷേപങ്ങൾ ഒരർത്ഥത്തിലും ഇവരുടെ കരുത്തല്ല, മറിച്ച് ഇവരുടെ തന്നെ ദുരിതപൂർണമായ ജീവിതത്തിന്റെയും അരക്ഷിതബോധത്തിന്റെയും വ്യക്തമായ പ്രതിഫലനമാണ്.